അമ്മിണി കാമുക, നിന്റെ പരാക്രമം വിദ്യാർത്ഥികളുടെ നെഞ്ചത്തോ. എഴുതിക്കോ. ഖാദർ വരില്ലേ? കരിങ്കാലികൾ ആരും വേണ്ട, അവൻ മാപ്പ് പറഞ്ഞു കയറും. നിരാഹാരം കിടക്കാൻ മാത്രം ഞാനില്ല. കൊടി പിടിക്കാം, വിദ്യാർത്ഥികൾ വരുന്നത് തടയാം. പോരെ? എന്താ നീയും കരിങ്കാലിയെ വേണം? മാപ്പ് പറഞ്ഞു കയറിയ ഒരുത്തനെ ഞാൻ വിടില്ല. ഖാദറിനെ ഞാൻ വെച്ചിട്ടുണ്ട്, പിന്നെ ആ മാഷൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ടീച്ചർ വരുന്നു. Down, down, Shekaran Master. Down, down, Shekaran Master. Down, down, Shekaran Master. ചന്തപ്പടി വരെ നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. നാട്ടുകാരെ മുഴുവൻ തടഞ്ഞു നിർത്തി ചോദിക്കുന്നു. കുറച്ചൊക്കെ ഫാക്ട് ഇല്ലാതെ ആരെങ്കിലും പറയോ? കുട്ടികളുടെ ഇടയിൽ റൂമർ കേൾക്കാൻ തുടങ്ങിയിട്ട് തന്നെ കുറെ നാളായി. റൂമർ അല്ലേ, അത് തേടി പിടിക്കാൻ ഡ്രിൽ മാസ്റ്റർ കഴിഞ്ഞ് വേറെ ആളുള്ളൂ ഇവിടെ. അല്ലേ, അല്ലെങ്കിൽ തന്നെ എന്താ രണ്ടാളും കല്യാണം കഴിക്കാത്തവര്. ഇച്ചിരി പ്രേമിച്ചോട്ടെ, ആർക്കത്ര ഛേദം? 31 കൊല്ലമായി ഈ സർവീസില്. ഇതുവരെ സ്ത്രീ വിഷയത്തിൽ ഒരു സമരസന്നാഹം എത്രയ്ക്കായി മിസ്റ്റർ രാമോഹൻ? എനിക്കെങ്ങനെ അറിയും? സമരസമിതിയുടെ അനൌദ്യോഗിക ഉപദേഷ്ടാവായി ശ്രീ രാംമോഹൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട്. അല്ല, പത്രഭാഷയിൽ പറഞ്ഞാൽ അമ്മണി ടീച്ചറില്ലേ? ലീവ് എഴുതി കൊടുത്തിട്ട് പോയി. എത്ര ദിവസത്തേക്കാ? മാഷക്കറിയില്ലേ? മാഷേ, പറയുമ്പോൾ ഒന്നും വിചാരിക്കരുത്. പുറത്ത് അപവാദം കേട്ട് തല നിവർത്തി നടക്കാൻ വയ്യാണ്ടായി. ടീച്ചറെ പറ്റി ഇനി ആരെങ്കിലും അപവാദം പറയൂ? ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നതിന്റെ കൂടെ കുറച്ച് ശൃംഗാരവും. ടീച്ചർ സംസ്കൃതം പഠിച്ചിട്ടില്ലല്ലോ. രസരാജനാണ് ശൃംഗാരം. പുച്ഛിച്ചു പറയരുത്. വളരെ സീനിയറായ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് എനിക്കും കുറച്ച് ബഹുമാനമുണ്ട്, അത് കളയരുത്. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. പുറത്താക്കിയവരെ പുറത്താക്കിയവരെ പുറത്താക്കിയവരെ. എന്റെ മക്കളെ, വെറുതെ ചങ്കിലെ വെള്ളം വറ്റിക്കണോ? ചെല്ലി പോയി വിളി തുടങ്ങി. ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. പുറത്താക്കിയവരെ 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 പുറത്താക്കിയവരെ. എടാ, കരിങ്കാലിപ്പണിക്ക് നിൽക്കുന്നവരെ ചെയ്യേണ്ട എന്താണെന്ന് അറിയാം. പഠിക്കാൻ വരുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ ആളുണ്ട്. സമരം പൊളിപ്പിക്കാൻ ശേഖരൻ മാസ്റ്റർ വിട്ട പാർട്ടിയാണിത്. വിടരുത്. കരിങ്കാലികളെ ഒറ്റപ്പെടുത്തുക. നോക്ക് നേതാവേ, താൻ കൊലവിളി വിളിച്ചു, ചുവരെടുത്ത് നടത്തിക്കൂ. പക്ഷേ പഠിക്കാൻ വരുന്നവരെ തടയരുത്. രാവിലെ നടന്നോളൂ. ആരെങ്കിലും തടഞ്ഞു വെച്ചാൽ നിങ്ങൾ ബലം പ്രയോഗിക്കരുത്. ഹെഡ് മാസ്റ്റർ വിവരം അറിയിച്ചാൽ മതി. വയ്ക്കൂ. ഒന്ന് വേദനിപ്പിച്ച് വിട്ടാ പോരെ? അതൊന്നും പോരെ. രണ്ട് കൈകളെന്ന് വെച്ചാൽ ഒരു ഹരമുണ്ട്. ഇതിന് നിങ്ങൾ പിള്ളേര് പോരെ? വെള്ളം കുടി ഞങ്ങളുടെ കാശ് നേരം കിട്ടി. 5 രൂപയോ? ഇതുകൊണ്ട് എന്ത് വെള്ളം കുടിക്കാനാ? മേലോട്ട് കുറച്ച് കാശ് തരാൻ. തീപ്പെട്ടിയുണ്ടോ? ഇല്ലല്ലോ. പാക്കറ്റിലുണ്ടോ? തപ്പി നോക്കടോ.
പറടാ, ആരാ ഇതിന് കാശ് തന്നു? എനിക്ക് മാപ്പ് തരണം മാഷേ, എനിക്ക് മാപ്പ് തരണം. ഒരു തെറ്റ് പറ്റിപ്പോയി മാഷേ. ഇത് വെച്ചോളൂ. എന്റെ ആ ഗുണ്ട തിരിച്ചു തന്നു. കാശുകാരന്റെ മോനായാലും ദുശ്ചലവ് പാടില്ല. വെച്ചോളൂ. ഈശ്വര, കുട്ടികൾ വന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. ഹേയ്, അതും ഒരു പിള്ളേര് കളി. ഒരു പോക്കിരി ഒതുക്കാനൊക്കെ ഞാൻ മതി. അച്ഛനില്ലേ? എത്താറാവണേ ഉള്ളൂ. വരൂ. ലീവ് നീട്ടിയെന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞു. ഈ ടേം ഒന്ന് അവസാനിക്കട്ടെ, അതുവരെ ക്ഷമിക്കും. തിരുവനന്തപുരത്ത് പോയി ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ച് ഞാനൊരു മാറ്റം വാങ്ങിച്ചോളാം. ടീച്ചർക്ക് പിന്നെ ഉപദ്രവം കാണില്ല. അച്ഛനോട് ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ കാരണം ആരും ദുഃഖിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ടീച്ചർ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇതൊരു പ്രേമാഭ്യർത്ഥനയായി കരുതരുത്. എന്നിലെ റൊമാൻറ്റിക് കാമുകൻ 21ാം വയസ്സിൽ തന്നെ മരിച്ചു. ടീച്ചർക്ക് ഒരു നല്ല ഭർത്താവിനെ കിട്ടാതിരിക്കില്ല. എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ കാരണമാണ് അത് സംഭവിക്കാത്തതെന്ന് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഞാനുണ്ടാവും, എവിടെയാണെങ്കിലും. ഭാർഗവി, ആരാ അത്? സ്കൂളിലെ ശേഖരൻ മാഷാണ്. സ്കൂളിൽ ചീത്തപ്പേരൊന്നും ഉണ്ടാക്കിയത് പോരായിട്ടാവും വീട്ടിലേക്ക് കടന്നത്. അച്ഛാ, നീ അകത്ത് പോ. തെറ്റിദ്ധരിക്കരുത്, ഞാൻ ശരിയായിട്ടാ ഹരിച്ചിട്ടുള്ളത്. അടിച്ചളിക്കാരിയുടെ വേണ്ട, ഞാനൊക്കെ ശരിയായിട്ടുണ്ട്, ഹരിച്ചിട്ടുണ്ട്. കഞ്ഞിയുടെ വെള്ളം കുടിച്ചിട്ടായാലും ഇവിടെ ഒരു മുക്കിലിരുന്നാ മതി. നീ സമ്പാദിച്ചു കൊണ്ടിരണ്ട, തീർന്നല്ലോ. ഈ പണി എനിക്ക് വിട്ടണ്ട. സ്റ്റുഡൻസ് ആകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. ടോപ്പ് ലീഡേഴ്സ് അടക്കം ഇതിൽ ഇടപെടുമെന്നാണ് റിപ്പോർട്ട്. പോലീസിനെ വിളിക്കാം. നേരത്തെ പോലീസിനെ വിളിപ്പിച്ച് പറയാം. ആകെ ചീത്തപ്പേരോ. ഇവിടുത്തെ എല്ലാ പ്രോബ്ലംസിനും കാരണക്കാരൻ ശേഖർ മാസ്റ്റർ. അതിപ്പോ ഡൗൺ ഡൗൺ ശേഖരൻ മാസ്റ്റർ. വിദ്യാർത്ഥി മർദ്ദനം അവസാനിപ്പിക്കുക. ശേഖരൻ മാസ്റ്റർ ഗോ ബാക്ക്. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. ഞാൻ വിളിക്കാം, ഏറ്റു വിളിക്കാം. കയ്യ മുട്ടാള നിന്റെ മറ്റേ കൈയും സൂക്ഷിച്ചോ. ഒറ്റ കയ്യ മുട്ടാള നിന്റെ മറ്റേ കൈയും എടുത്തോളാം. ഡൗൺ ഡൗൺ ശേഖരൻ മാസ്റ്റർ. ഡൗൺ ഡൗൺ
തനിക്ക് വല്ല പണിയെടുത്ത് 4 കാശ് ഉണ്ടാക്കി കൂടാ ബാല. ഇത് കുട്ടികളുടെ മാത്രം സമരമല്ല, നാട്ടുകാരുടെ മുഴുവൻ പ്രശ്നമാണ്. ഡൗൺ ഡൗൺ ശേഖരൻ മാസ്റ്റർ, ഡൗൺ ഡൗൺ ശേഖരൻ മാസ്റ്റർ, ഡൗൺ ഡൗൺ ശേഖരൻ മാസ്റ്റർ. ഒറ്റ കയ്യാ മുട്ടാളാ, നിന്റെ മറ്റേ കൈയും എടുത്തോളാം. അടിക്കടാ അവരെ. ഞാൻ പറഞ്ഞോ അയ്യോ ചേട്ടാ, പിള്ളേരെല്ലാരും കൂടി എന്റെ പീടിയ ഈ വെച്ച് നശിപ്പിച്ചു. ഈ കൊണ്ട് കളിക്കരുതെന്ന് പണ്ടുള്ളവര് പറഞ്ഞത് ഇപ്പൊ മനസ്സിലായോ ബാല? ഏതായാലും ഇതിന്റെ കൂടെ നീ കത്തിപ്പോയല്ലോ, അത് എന്റെ ഭാഗ്യമൊന്നുമില്ല. ഒന്ന് സഹായിക്കണേ. തീ അച്ഛമ്മയ്ക്ക് എങ്ങനെ? ഞാൻ ഇവിടേക്ക് വന്നതാണ്. ആ ഇരിക്കൂ. തിരുവനന്തപുരത്ത് പോയി മാറ്റത്തിന് ശ്രമിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്യണം. എനിക്കും ഒരു മാറ്റം ശരിയാക്കൂ. എന്തിന്? ഞാൻ പോയാൽ പിന്നെ ആരും വേണ്ടില്ല. അമ്മിണിയെ കണ്ടുമുട്ടാതെ നടന്നോളാം. ഞാൻ തോറ്റു കാണണമെന്നേ അവർക്കുള്ളൂ. അങ്ങനെ തോൽക്കണ്ട. മാറ്റം വാങ്ങുന്നുവെങ്കിൽ എനിക്കും വേണം. അതേ സ്ഥലത്തേക്ക് തന്നെ. അമ്മിണി, ഇഷ്ടമാണെങ്കിൽ പറഞ്ഞോളൂ. എവിടേക്ക് വേണമെങ്കിലും വരാം. അമ്പലത്തിലായാലും രജിസ്റ്റർ ഓഫീസിലായാലും. ആവേശത്തിൽ അതൊന്നും പറയരുത്. എന്നെക്കാൾ നല്ല ഒരാളുണ്ടാവും. എന്നെ നോക്കൂ, ദുശകനം പോലെയുള്ള എന്നെ. നന്മ നേർന്ന് വഴിമാറി നിന്ന് യാത്രയെ അയച്ച് പഴയ ആ കൂട്ടുകാരിയെ പറ്റി എനിക്കറിയാം. അവസാനം അവർക്കെന്ത് നന്മ കിട്ടി? എനിക്കും നന്മ നേർന്ന് പരീക്ഷണം തുടരാം. അതാണ് ഹൃദയവിശാലതയെങ്കിൽ. അമ്മിണി, നാളെ സ്കൂളിൽ വരും. കൂവലുണ്ടാവും. പേടിക്കില്ല. അന്യാരങ്ങളുണ്ടോ?
എന്താ മാഷേ പോവാറായില്ലേ? ആ പോണം. അമ്മണി ടീച്ചർ വന്നിട്ട് പറഞ്ഞിട്ട് പോവാം. പിള്ളേര് കൂക്കി വിളിച്ച് ആ പാവൻ ടീച്ചറെ കരയിപ്പിക്കണോ ഇനിയും? കുറെ വിളിച്ചു കഴിയുമ്പോ നാവുകൾ കുഴയും. എന്റെ ഭാര്യയാകാൻ പോകുന്നവൾക്ക് നല്ല മനഃശക്തി വേണം. എന്തേ മാഷ പറഞ്ഞത്? സമയവും സ്ഥലവും ഒക്കെ പിന്നീട് അറിയിക്കാം മാഷേ. രണ്ടാക്കും തിരക്കില്ല. അതിനിടയ്ക്ക് കുട്ടികളുടെ കലാപരിപാടി തുടരട്ടെ. എത്ര നേരം നിൽക്കണം? കുറച്ച് സെക്കൻഡ്സ്. ഇത്തിരി ചിരിച്ച് കുഴയണോ കാഴ്ചക്കാർക്ക് വേണ്ടി? ശ്രമിക്കാം. എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. മതി, ഇത് മതി. തൊട്ടാവാടിയല്ല ടീച്ചറെന്ന് ബോധ്യമായിട്ടുണ്ടാവും ഇപ്പോ. ശരി, നടന്നോളൂ.